ലവ് യു അപ്പു. അയ്യോ എന്ത് രസം എന്റെ അപ്പൂനെ കാണാൻ. രസമല്ല സാമ്പാർ എന്തോടെ ഒട്ടിച്ചോ ചെയ്യണേ? കണ്ടൂടെ എന്റെ ഇക്കയുടെ മുകളിൽ ഇതെന്തിനാണ് എടുത്ത് ഒട്ടിച്ചോ ചെയ്യണേ? പിന്നെ ഒട്ടിച്ചപ്പോ കേരളത്തിലെ കൊച്ചു കുട്ടികൾ വരെ ഇഷ്ടപ്പെടുന്ന ആരെയാണെന്ന് അറിയോ? ടിക്യുനെ. അയ്യോ പ്രണവിന് ഇഷ്ടമല്ലെന്ന് അവർ നിന്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞ പ്രണവിനൊക്കെ ആരുടെ ഇഷ്ടപ്പെടുന്നത്? പ്രണവിനെ പറഞ്ഞ് കളിച്ചാ കേട്ടല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇത് എന്റെ ബെഡ്റൂം ആണ്. അത് പോരാ ഈ കുന്തം എടുത്ത് ഒട്ടിച്ചിട്ട് എന്റെ ഇക്കയുടെ മുകളില് നിന്റെ ബെഡ്റൂം ഇവിടെ എഴുതി വെച്ചേക്കണം. എന്റെ അപ്പൂന്റെ ബെഡ്റൂം. എന്റെ കുഞ്ഞിക്കയുടെ മുകളിൽ എന്തിനാണ് എടുത്ത് വെച്ചത്? തൊട്ട് കഴിഞ്ഞാൽ വെട്ടു ഞാൻ മാറ്റണേ അവിടുന്ന്. പറ്റൂല. എന്ത് ഇത് കഷ്ടമാണിത്. എടി എന്റെ നീ മുഖത്തേക്ക് ഒന്ന് നോക്കിയടി. എന്റെ ദൈവമേ ആ മുടി, എന്ത് ഭംഗിയോളം മുടി. ആ ചിരി നോക്ക്, ആ കണ്ണ്, ആ മൂക്ക്, ആ താടി. ലാലേട്ടനെ കൊത്തി വെച്ചിട്ടില്ലേടി, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. കറക്റ്റ് ഡിറ്റോ ലാല. എടി എന്റെ ഡിക്യുക്ക് എന്താടി കുഴപ്പം? എന്തടി കുഴപ്പം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ? നീ ചാർലി സിനിമ കണ്ടിട്ടുണ്ടോ? അത് കാണണം. എത്ര സൗന്ദര്യം അറിയോ? ഇത്രയും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്ത് കാണൂല. അതുപോലെയാണ് ഈ പ്രണവ്. സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ ആണ്. എന്റെ പ്രണവിന്റെ സിംപ്ലിസിറ്റിയെ പറ്റി നിനക്ക് അറിഞ്ഞൂടാ? എന്താണ് സിംപ്ലിസിറ്റി? എന്റെ അപ്പുവിന്റെ സിനിമ അവിടെ ഭയങ്കര വിജയമായിട്ട് തിയേറ്റർ ഓടിക്കോടെ നടന്നപ്പോഴും മലയിലൊക്കെ പോയി പാവ സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അയ്യോ അത്രയും സിമ്പിൾ ആയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരാളായിട്ടാണ് എന്റെ അപ്പു ജീവിക്കുന്നത്. അതെ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അച്ഛന്റെ മകനാണ് ദുൽഖർ സൽമാൻ. എന്നിട്ടും ഒരു പവറും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അറിയോ? അല്ലാതെ ഇതുപോലെ അല്ല. ഹലോ ലാലേട്ടന്റെ മോൻ, ലാലേട്ടൻ കേട്ടോ മോൻ. കേട്ടോ? അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നീ അതും പൊക്കിക്കൊണ്ട് വരണ്ട. പ്രണയം പോലത്തെ സിനിമയിൽ ഡൂപ്പൽ സിനിമയിലൊക്കെ അഭിനയിക്കാനേ പറ്റൂ. പ്രണയമല്ല ഹൃദയം. 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 ഹൃദയ സിനിമയ്ക്ക് എന്തോ നീ ഹൃദയ സിനിമ കണ്ട? ഞാൻ കണ്ടൊന്നുമില്ല. ആഹാ കണ്ടില്ല. എന്നിട്ട് അതിന്റെ ഡൂക്കില് സിനിമ. എടി നിന്നെ പോലത്തെ ആൾക്കാരുടെ ഈ സമൂഹത്തിലുള്ളത് സിനിമ കാണത്തൂല എന്ന് ആരെങ്കിലും പറഞ്ഞ വാക്കും കേട്ടോണ്ട് സിനിമ കൊള്ളൂലെന്ന് വിമർശിച്ചോണ്ടിരിക്കും. നീ എന്റെ ദുഃഖ സമയ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ കാണാതെ പിന്നെ എന്ത് സിനിമ കണ്ടു? ഞാൻ സിനിമ കുറിപ്പ് കണ്ടു. കുറിപ്പ് കണ്ടാ? എങ്ങനെയുണ്ട്? നീ എങ്ങനെയുണ്ട് കുറിപ്പ്? കുറിപ്പ് ഞാൻ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തു. ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തത്. നിന്നെ പോലുള്ള മൂരാച്ചകളാണ് സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരെ മുടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. എന്ത് കഷ്ടപ്പെട്ട് വേർപ്പ് അധ്വാനിച്ചിട്ടാണെന്ന് അറിയാം അവർ ഒരു സിനിമ എടുക്കുന്നത്. നിന്നെ പോലുള്ളത് ടെലിഗ്രാമിൽ കണ്ടിട്ട് അതിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത് കണ്ടില്ലാതാക്കും. എന്നിട്ട് അതിനെ കുറെ ഷെയർ ചെയ്യാ. അല്ലെങ്കിൽ റിങ്കി, നീ എന്റെ അപ്പൂനെ ഇനിയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഡിക്യുവിന്റെ സിനിമ ഞാൻ ടെലിഗ്രാമിലേ കാണും. അങ്ങനെ ഇപ്പൊ എന്റെ കാശ് കൊണ്ട് അങ്ങനെ പണക്കാരനാണ്. നിന്നെ പോലുള്ളവരുടെ ഒന്നും സംസാരിച്ച് യാതൊരു കാര്യമില്ല. എന്നാ സംസാരിക്കണ പൊക്കോ. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞൊക്കെയുടെ മുകളിൽ ഈ പ്രണവിന്റെ ഫോട്ടോ ഒട്ടിക്കാനും പറ്റില്ല. ഞാൻ അതങ്ങ് കീറിക്കളയും. ഇത് കീറി കഴിഞ്ഞാൽ നിന്നെ ഞാൻ തട്ടു, നീ ഞൊട്ടു. ഈടെ എന്റെ പ്രണവിന് വേണ്ടി ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ്. എന്നെ ലാലേട്ട വന്ന് ജാമ്യത്തിൽ ഇറക്കിക്കോളും. എന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാ നീ പണയുണ്ട കേട്ടോ. നീ ഇറങ്ങി പോടി. എന്റെ പൊന്നെ സാരമില്ല കേട്ടോ. അവളുണ്ടല്ലോ ഈ പ്രണവിന്റെ ഭ്രാന്തിയാണ്. എന്താണ് അവൾ പറയണെന്ന് അവക്ക് തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്റെ കുഞ്ഞിക്കേറെ പുതിയ പടം ഇറങ്ങുമ്പോ ഉറപ്പായിട്ടും ഞാൻ ഇതിന്റെ പുറത്തൊട്ടിക്കും. കേട്ടാ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.